ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവന്റെ സ്വരൂപത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് സാധ്യമായ ചില ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? റെഫറൻസ് പോയിന്റായി അദ്ദേഹത്തിന് എന്താണ് ഉണ്ടായിരുന്നത്? ആരിൽ നിന്നാണ് അവന്റെ ഉദ്ദേശം നേടിയത്? സൃഷ്ടിയുടെ മാതൃക ആരായിരുന്നു? മനുഷ്യൻ എങ്ങനെയാകണമെന്ന് അവൻ ആഗ്രഹിച്ചു എന്നെല്ലാം. ഒരു മരപ്പണിക്കാരൻ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കി ഒടുവിൽ ഒരു ഫർണിച്ചറിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് പോലെയാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? അതോ അവൻ ഒരു ശില്പിയെ ഇഷ്ടപ്പെട്ടോ ഒരു വലിയ പാറകഷ്ണത്തിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്ന പ്രതിച്ഛായയിൽ ഉളി കൊണ്ടോ മനുഷ്യനെ സൃഷ്ടിച്ചോ? ഇത് രണ്ടും ആയിരുന്നില്ല. കർത്താവായ ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മറ്റെല്ലാം സൃഷ്ടികളെക്കാട്ടിലും അവനുമായി സഹവസിക്കാനുള്ള മഹത്തായ പദവി അവൻ മനുഷ്യന് നൽകി. താൻ സൃഷ്ടിച്ച മനുഷ്യനിൽ കർത്താവിന് അനന്തമായ സ്നേഹമുണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് കാണുന്നു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റെല്ലാ സൃഷ്ടികളുടെയും മേൽ മനുഷ്യന് അധികാരം നൽകുന്നത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സമൃദ്ധമായ സ്നേഹത്തെ കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു എന്ന് കാണാൻ കഴിയും. നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കാൻ ജനിച്ചവരാണ്. എല്ലാ ജീവജാലങ്ങളെയും കീഴടക്കാനും നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ എത്രത്തോളം ഉയർത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുകയും അതിനായി അവനെ സ്തുതിക്കുകയും ചെയ്യുമോ? എബ്രായ പുസ്തകത്തിന്റെ രചയിതാവ് ഇതിനെക്കുറിച്ച് ഇപ്രകാരം എബ്രായർ 2-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ പറയുന്നു. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിനാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് അത്തരം ആധിപത്യവും അധികാരവും നൽകിയത്? മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സമൃദ്ധമായ സ്നേഹത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? മനുഷ്യവർഗത്തിന് മറ്റെല്ലാ സൃഷ്ടിയെക്കാട്ടിലും ഉന്നതിയിലെത്തിക്കാൻ അവൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് അവരെ സ്വന്തം മക്കളായി സ്ഥാപിച്ചത്. കർത്താവ് നിങ്ങളെ നോക്കുമ്പോഴെല്ലാം നിങ്ങളിൽ നിന്ന് അവനൊരു പ്രതീക്ഷയുണ്ട്. യെശയ്യാവ് 43-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈ ജനത്തെ ഞാൻ എനിക്കായി സൃഷ്ടിച്ചിരിക്കുന്നു, അവർ എൻ്റെ സ്തുതിയെ അറിയിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അവനെ സ്തുതിക്കുകയും അവനുമായി സഹവസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആധിപത്യവും അധികാരവും ലഭിക്കും. അതിനാൽ ആ ആധിപത്യം അവകാശപ്പെടുകയും ദൈവം നിങ്ങൾക്ക് നൽകിയ എല്ലാ അധികാരങ്ങളോടും കൂടെ നിങ്ങളുടെ ജീവിതം നയിക്കുകയും ചെയ്യുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 34-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 16, 17, 18 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 7-ാം അധ്യായം 28 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.